നമ്മളെല്ലാം ആറ്റുനോറ്റിരുന്ന ഈ വർഷത്തെ തിരുവോണം ഇതാ നമ്മുടെ മുമ്പിൽ എത്തിക്കഴിഞ്ഞു. സുബ്രഹ്മണ്യഗണയുടെ വിഭവസമൃദ്ധമായ ഓണസദ്യ ഉണ്ണാൻ നിങ്ങളെ എല്ലാവരെയും ഞാൻ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. കാണം വിറ്റും ഓണം ഉണ്ണണം എന്നാണല്ലോ നമ്മുടെ പഴഞ്ചൊല്ല്. നിങ്ങളുടെ ഓരോരുത്തരുടെയും രുചിഭേദമനുസരിച്ച് പരിപ്പ് മുതൽ പച്ചടി വരെ 10-25 വിഭവങ്ങൾ ഇവിടെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. പക്ഷേ ചെറിയൊരു സംശയം, ഈ വിഭവങ്ങളിൽ ഏതാണ് ഏറ്റവും നല്ലതെന്ന് പറയാൻ വളരെ ബുദ്ധിമുട്ടാണ്. അണ്ണൻ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ അക്ക ഇഷ്ടപ്പെട്ടില്ലെന്ന് വരും. അക്കയ്ക്ക് ഇഷ്ടമാണെങ്കിൽ അത് അണ്ണൻ ഇഷ്ടമായെന്നും വരില്ല. അതുകൊണ്ട് നമുക്കൊരു കാര്യം ചെയ്യാം. ഇന്ന് ഒരുക്കി വെച്ചിരിക്കുന്ന ഈ വിഭവങ്ങളോട് തന്നെ ചോദിക്കാം, ഇതിൽ ഏറ്റവും നല്ല വിഭവം ഏതാണെന്ന്. വിഭവങ്ങളുടെ ഒരു സൂം മീറ്റിംഗ് ഒരുക്കിയിട്ടുണ്ട്. നമുക്ക് ഓരോരുത്തരോടായി ചോദിക്കാം വിഭവങ്ങളുടെ തലയെടുപ്പിനെ പറ്റിയിട്ട്. ആദ്യമായി പരിപ്പിനെ ക്ഷണിക്കാം, അല്ലേ? നമസ്കാരം മക്കളെ. നിങ്ങളൊക്കെ പുതിയ തലമുറ. പക്ഷേ സദ്യ തുടങ്ങുന്നത് ആരെ കൊണ്ടാണ്? എന്നെ കൊണ്ട്. നെയ്യും പരിപ്പും ഇല്ലാതെ എന്ത് സദ്യ? ഞാനാണ് സദ്യയുടെ ആദ്യ അതിഥി. ഒന്ന് മാറി നിന്നേ. പോഷകമൂല്യമുള്ള സാമ്പാറല്ലേ ഞാൻ. ആദ്യം പരിപ്പ് വിളമ്പട്ടെ. പക്ഷേ സദ്യക്ക് ജീവൻ നൽകുന്നത് ഞാനാണ്. സാമ്പാർ ഇല്ലാതെ രണ്ടാമത് ആരാണ് ചോറ് വാങ്ങി കഴിക്കുന്നത്? ഞാൻ ഒരു കറി മാത്രമല്ല, കേരളത്തിന്റെ അഭിമാനമാണ്. 10 പച്ചക്കറികൾ ചേർന്നാലും ഞങ്ങൾ തമ്മിൽ വഴക്കില്ല. അതാണ് എന്റെ മഹത്വം. എന്നെ ചെറുതായി കാണണ്ടേ. ഞാനൊരു ചെറിയ കറിയാണെങ്കിലും കേട്ടിട്ടില്ലേ, ഇഞ്ചിക്കറി 101 കറിക്ക് സമം. സദ്യയിൽ എത്ര കറികൾ ഉണ്ടായാലും എന്നെ ഒന്ന് തൊട്ട് കൂട്ടിയാൽ രുചി വേറെ ലെവൽ. അതൊക്കെ ശരിയാ. പക്ഷേ എന്റെ പുളിയും എരിയും ഇല്ലാതെ സദ്യക്ക് ഒരു കുറവ് തോന്നില്ലേ? ഞാൻ അധികം സംസാരിക്കാറില്ല. എന്നാൽ VIP സദ്യകളിൽ എന്നെ ഒഴിവാക്കാറില്ല. നല്ല കുറുകിയ തേങ്ങാപ്പാലും വെളിച്ചെണ്ണയും ഒഴിച്ച് കരിവേപ്പിലയും ഇട്ടാൽ ഓലൻ സൂപ്പർ. നിങ്ങൾ എല്ലാവരും ചൂടൻ സ്വഭാവക്കാർ. ഞാനാണ് സദ്യയിലെ തണുപ്പൻ കഥാപാത്രം. ജീവിതത്തിൽ അല്പം മധുരവും പുളിയുമാവാം. എന്നെ കണ്ടോ? കുട്ടികൾ ആദ്യം അന്വേഷിക്കുന്നത് ആരെയാ? എന്നെ. ചോറ് കുറവായാലും മതി, പപ്പടം വേണം. എല്ലാവരും ഇങ്ങനെ വഴക്കിടൂ. സദ്യ ഉണ്ട് കഴിഞ്ഞ് എല്ലാവരും കൊതിയോടെ കാത്തിരിക്കുന്നത് ആരെയാ? എന്നെ. പ്രഥമൻ എവിടെ? ഞാൻ സാമ്പാർ. ഞാനാണ് രാജാവ്. എന്നെ കഴിഞ്ഞിട്ടേ മറ്റുള്ളവരുള്ളൂ. അത് വെറും സ്വപ്നത്തിൽ മാത്രം. മക്കളെ, വലിയവരെ ബഹുമാനിക്കണം. ഞാനാണ് ആദ്യ അതിഥി. എന്നെ ആരും ചെറുതായി കാണേണ്ട. ഞാൻ വന്നാൽ സദ്യക്കൊരു ഉണർവ് കൂടും. അതുകൊണ്ട് എന്നെ മറന്നിട്ട് ആരും ഈ സദ്യയിൽ വലിയ ആളാകാൻ നോക്കണ്ട. പക്ഷെ എന്നെ ഇല്ലാതെ ഇൻസ്റ്റാഗ്രാം ഫോട്ടോ എടുക്കുമോ? എന്നാൽ എന്നെ കൂടാതെ ഓണം മധുരമാകുമോ? എനിക്ക് ഒരു കാര്യം പറയാനുണ്ട്. എന്നെ അധികം ആരും കഴിക്കാറില്ല. നിങ്ങൾ എന്നെ ഫോട്ടോ എടുത്തിട്ട് വാട്സാപ്പ്, ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം ഇതിലെല്ലാം ഇട്ട് വലിയ കേമന്മാരാകാറുണ്ടല്ലോ. ഇന്നത്തെ ആളുകൾ സദ്യ കഴിക്കുന്നതിന് മുൻപേ എന്താണ് ചെയ്യുന്നത്?
പ്രാർത്ഥനയോ? അല്ലല്ലോ, ഫോട്ടോ എടുക്കൽ. എന്നെ കുടിക്കുന്നതിന് മുമ്പ് പോലും റീൽ എടുക്കലല്ലേ ഇപ്പോഴത്തെ പിള്ളേർക്ക്. അയ്യോ, ഒന്ന് നിർത്തുമോ നിങ്ങളുടെ ഈ വഴക്ക്? ഇതേ മഹാബലി മന്നൻ വരാറായി. ആരിവിടെ? എന്താ അവിടെ ഒരു ബഹളം? ഞാൻ തന്നെ പോയി നോക്കാം. ഇവിടെ ഒരു ഇരിപ്പിടമുണ്ടല്ലോ, നാം ഒന്ന് അല്പം വിശ്രമിക്കട്ടെ. എന്താണ് ഇവിടെ ഒരു വാക്കുതർക്കം? നിങ്ങൾ പറയുന്നത് എല്ലാം നാം കേട്ടു. ഓണത്തിനു മുമ്പ് ഒരു യുദ്ധമോ? നമുക്ക് ഒരു ചോദ്യം, അതിന് ഉത്തരം പറയാമോ? പരിപ്പ് മാത്രം വിളമ്പിയാൽ സദ്യയാകുമോ? ഇല്ല. സാമ്പാർ മാത്രം വിളമ്പിയാൽ സദ്യയാകുമോ? അവിയൽ കൊണ്ട് മാത്രം സദ്യയാകുമോ? പായസം മാത്രം വിളമ്പിയാൽ മതിയോ? പപ്പടം സദ്യക്ക് മതിയോ? ഒരിക്കലുമല്ല. അപ്പോൾ നാം പറയുന്നത് കേൾക്കൂ, ശ്രദ്ധിച്ചു കേൾക്കണം. പരിപ്പ് തുടക്കത്തിന്റെ പ്രതീകമാണ്. സാമ്പാർ സമൃദ്ധിയെ സൂചിപ്പിക്കുന്നു. അവിയൽ ഐക്യത്തിന്റെ പ്രതീകമാണ്. പച്ചടി ജീവിതത്തിലെ മധുരവും പുളിയും ഓർമ്മിപ്പിക്കുന്നു. ഓലൻ ലാളിത്യത്തിന്റെ പ്രതീകമാണ്. പപ്പടം സന്തോഷത്തിന്റെ ശബ്ദമാണ്. പായസം സ്നേഹത്തിന്റെ ഓർമ്മപ്പെടുത്തലാണ്. ഓരോ വിഭവവും വ്യത്യസ്തമാണ്. പക്ഷേ ഒരേ വാഴയിലയിൽ ഒന്നിച്ചപ്പോൾ മാത്രമാണ് ഓണസദ്യ പൂർണ്ണമാകുന്നത്. അതുപോലെ ഓരോ മനുഷ്യരും വ്യത്യസ്തരാണ്. പക്ഷേ സ്നേഹത്തിലും സേവനത്തിലും ഐക്യത്തിലും ഒന്നാകുമ്പോഴാണ് സമൂഹം മനോഹരമാകുന്നത്. SPYSSന്റെ മഹത്തായ ഒരു സന്ദേശമാണ് ഇന്ന് നമ്മോട് മഹാബലി മന്നൻ പറഞ്ഞത്. യോഗ എന്നാൽ കേവലം ശരീരം വളക്കലും ശ്വാസം പിടിച്ചിരിക്കലും മാത്രമല്ല, മനസ്സ് തുറന്ന് പരസ്പരം സ്നേഹിക്കാനും അംഗീകരിക്കാനും ജീവിക്കാനും പഠിക്കണം. ഞാൻ എന്ന ഭാവം എന്നേക്കുമായി മാറ്റിവെക്കണം. പരിപ്പും പച്ചടിയും നമുക്ക് തുല്യമാണ്. എന്തു പറയുന്നു പരിപ്പ്? അയ്യോ, ഇനി ഞങ്ങൾ വഴക്ക് കൂടില്ല. ഒരുമയാണ് നമ്മുടെ ശക്തി. വൈവിധ്യമാണ് നമ്മുടെ ഭംഗി. ഓരോരുത്തർക്കും അവരവരുടേതായ രീതിയുണ്ട്. പുളിയും എരിവും ഉണ്ടെങ്കിലും സദ്യക്ക് ഞാൻ രുചിയേറും. സ്നേഹം പങ്കുവെച്ചാൽ മാത്രമേ മധുരം കൂടൂ. ഇരിയും മറക്കരുതേ, പപ്പടം ഉണ്ട്. അതെ, എല്ലാവരും പറഞ്ഞത് ശരി തന്നെ. നമുക്കിന്നൊരു പ്രതിജ്ഞ എടുക്കാം. നമ്മൾ വ്യത്യസ്തരാണ്, പക്ഷേ ഒരേ ഓണസദ്യയിലെ വിഭവങ്ങളെ പോലെ ഒരു കുടുംബമാണ് നമ്മളെല്ലാവരും. സ്നേഹവും ആരോഗ്യവും സമത്വവും സേവനവും നിറഞ്ഞ ഒരു ഓണം എല്ലാവർക്കും ആശംസിക്കുന്നു. സമസ്ത സുഖിനോ ഭവന്തു. എല്ലാവർക്കും നല്ലൊരു ഓണം ആശംസിക്കുന്നു. സമസ്ത സുഖിനോ ഭവന്തു.
ആമോദത്തോടെ വസിക്കും കാലം ഹാപ്പി ഓണം ഹാപ്പി ഓണം.